ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഘനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാശ്രീനാരായണം മുനിവരം തമഹം നമാമി. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് ദർശനമാലയിലെ 8 ദർശനങ്ങളും നമ്മളിങ്ങനെ ഒന്ന് പരിചയപ്പെട്ടു. അതിനെ ആഴത്തിൽ നമ്മൾ പഠിച്ചു എന്ന് പറയുവാൻ പറ്റില്ല. അത് നിരന്തരമായിട്ടുള്ള നമ്മളുടെ ഒരു സാധനയായി നിരന്തരം നമ്മൾ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ട് ഓരോ നിമിഷവും അതിൻ്റെ ആന്തരികമായിട്ടുള്ള തലത്തിലേക്ക്, അഥവാ നമ്മുടെ മനോവ്യാപാരങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം, അല്ലെങ്കിൽ അതിനകത്തൊരു ഉറപ്പ്, നേട്ടമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിഷ്ഠ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പം അതൊരു ജ്ഞാന തപസ്സാണ്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ഓരോ ദർശനങ്ങളുടെയും വിചാരം, ധ്യാനം ഒക്കെ നല്ല രീതിയിൽ നമ്മൾ നടത്തണം. ഇന്ന് ഗുരു യോഗ ദർശനത്തിൽ എന്താണ് നമ്മളോട് പറയുവാനായിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ യോഗ ദർശനം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും. പ്രധാനപ്പെട്ട 4 യോഗങ്ങൾ. ഒന്ന് ജ്ഞാനയോഗം, കർമ്മയോഗം, രാജയോഗം. അപ്പം ഇതിനകത്തൊക്കെ ഭക്തിയോഗം. അപ്പം ഇവിടെയൊക്കെ നമ്മൾ സർവ്വസാധാരണമായി കേൾക്കുന്ന ഒന്നാണ് രാജയോഗം. ആ രാജയോഗത്തിൽ എന്താണ് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഇവിടെ ഗുരുദേവൻ 10 ശ്ലോകങ്ങളിലൂടെ നമ്മളോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഗുരു ഒന്നാന്തരം ഒരു യോഗി ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഗുരുവിൻ്റെ ജീവചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഗുരു യോഗം അഭ്യസിച്ചതും ഒക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ശിവഗിരി ടി വിയിലൂടെ നമ്മൾ യോഗ സബരിയ നമ്മൾ ആരംഭിച്ചപ്പോൾ
ചില ആളുകളൊക്കെ അതിന് വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. ഗുരുദേവൻ യോഗ എങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ അറിവില്ലാത്ത ആളുകളിൽ നിന്ന് വന്നതായിട്ട് നമ്മൾക്കറിയാം, നമ്മുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് യോഗ സബര്യ തുടങ്ങിയത്, യോഗ ആസനകൾ? അപ്പോൾ ഗുരുദേവനും അത് അഭ്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ട് പോകുന്ന എല്ലാവരും ആസനാസും പ്രാണായാമവും ഒക്കെ നമ്മൾ ശീലിക്കാറുള്ളതാണ്. അത് നമ്മളുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി, ശരീരം നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സാധന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ യോഗ ആസന പ്രാക്ടീസ് ചെയ്തിട്ട് ആരും ജ്ഞാനികളായി തീർന്നിട്ടില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ശരീരത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യായാമം എന്നുള്ള രീതിയിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മസിലുകൾ, നമ്മുടെ പ്രാണൻ്റെ ഒഴുക്ക്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആധ്യാത്മികമായി ജ്ഞാനം നേടിത്തരാൻ അതിന് സാധ്യമല്ല എന്ന് ഏവരും അറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ബാലിശമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ പതഞ്ജല യോഗം, രാജയോഗം, പതഞ്ജല മഹർഷിയാണ് ഈ യോഗത്തിൻ്റെ ആള്. ഹഠയോഗത്തിൻ്റെ ആളുകൾ ഖേരണ്ട മഹർഷിയും ആത്മാ രാമാണ്. അപ്പോൾ ഇവരെല്ലാം ആസനാസ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ ഭാരതത്തിലും പുറത്തുമൊക്കെ ആസനാസ് പഠിപ്പിക്കുന്നത്. അവിടെ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നമ്മൾ കണ്ടാൽ മതി. പക്ഷേ ഗുരുദേവൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഈ യോഗം രാജയോഗത്തിൻ്റെ സമ്മറിയാണ്, അതിൻ്റെ സാരമാണ്. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ ധാരാളം കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് ഗുരു അത്രയും ഇതിൽ പോകുന്നില്ല. അതിൻ്റെ സാരത്തെ നമ്മൾക്ക് തരികയാണ്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? മഹർഷി പതഞ്ജലി പറയുന്നത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെയുള്ള 8 പടികളിലൂടെ നമ്മൾക്ക് ആത്മാനുഭവം നേടാം എന്ന് പറയുന്നു. അപ്പോൾ യോഗമെന്നുള്ള വാക്കിന് തന്നെ അർത്ഥം യോജിപ്പിക്കുക. എന്തിനെയാണ് യോജിപ്പിക്കേണ്ടത്? നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ജീവാത്മാവും പരമാത്മാവും രണ്ടാണ്.
അല്ലെങ്കിൽ ദൃക്കും ദൃശ്യവും രണ്ടാണ്. അപ്പോൾ രണ്ടായിട്ട് തോന്നുന്നതിനെ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഭക്തിയോഗം. ഇപ്പോൾ ഭക്തി നമ്മൾ പഠിച്ചു, അതുപോലെ ജ്ഞാനയോഗം, കർമ്മയോഗം, ഇതിനകത്തൊക്കെ നമ്മളിത് കാണുന്നുണ്ട്, യോഗം. അപ്പോൾ ഈ മനസ്സിനെ സത്തുമായി യോജിപ്പിക്കുന്നത് ഏതോ അതാണ് ശരിക്കുള്ള യോഗം. ആ യോഗത്തിൻ്റെ സത്തയിലേക്ക് നമ്മൾക്ക് എങ്ങനെ കടന്നു ചെല്ലാം, നമ്മളതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ നമ്മളിത്രയും ഗുരുവിൻ്റെ കൃതികളൊക്കെ അതിലൂടെയുള്ളൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ സാമാന്യമായിട്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുമ്പോഴും നമുക്ക് കുറച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ യോഗദർശനം പ്രകാരം ഒരു സമാധി പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട്. അപ്പം അതങ്ങനെയല്ല എന്ന് ഗുരുവും സംശയത്തിനിടവരാത്ത രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എടുക്കണം. ശുദ്ധമായിട്ടുള്ള ജ്ഞാനം, ഇപ്പോൾ നമ്മൾ ഭക്തിയിൽ നോക്കിയപ്പോഴും നമുക്ക് മനസ്സിലായി, വെളിയിൽ കാണുന്ന അറിയുന്ന ആ രീതിയിലുള്ളതല്ല ശരിക്കുള്ള ഭക്തി, ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക. അപ്പോൾ ഇവിടെ യോഗമെന്ന് പറയുമ്പോൾ ഈ ആത്മാവിനെ യോജിപ്പിക്കുക. മനസ്സ് എവിടെയോ വേറെ എന്തോ ആണെന്ന് ധരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി യഥാർത്ഥത്തിൽ സത്തുമായിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഓരോന്നിൻ്റെയും വിശദമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് അത് പോയാൽ മാത്രമേ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കൊന്ന് നോക്കാം, ഗുരു എന്താണ് ഈ യോഗദർശനത്തിൽ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. സതതം യോജയതി യദ്യുനക്തി ച ചിദാത്മനി മനോനിരോധരൂപോയം സയോഗ ഇതി ശംസിത. ഇപ്പം എന്താണ് യോഗമെന്നാണ് ഗുരു പറയുന്നത്? ചിദാത്മനി, ഈ ചിത് രൂപത്തിൽ അല്ലെങ്കിൽ ആത്മസത്യത്തിൽ, സതതം എപ്പോഴും, മനഃ മനസ്സിനെ, യോജയതി അതിനെ യോജിപ്പിക്കുകയും, യുനക്തി ച അതുപോലെ സ്വയം യോജിക്കുകയും, യത് അങ്ങനെ ചെയ്യുന്നത് ഏതാണോ, മനോനിരോധരൂപ മനസ്സിൻ്റെ നിരോധരൂപത്തിലുള്ള, സഹ അയം അങ്ങനെയുള്ള ഇത്, യോഗ യോഗം, ഇതി ശംസിത എന്നാണ് പ്രശംസിക്കുന്നത്, എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഇവിടെ ചിദാത്മനി എന്ന് പറയുന്നത് ശരിക്കും അറിവ് അല്ലേ? നമ്മുടെ ഗുരു സൂചിപ്പിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും, നിജബോധം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് മാത്രമായിട്ട് സതതം എപ്പോഴും മനസ്സിനെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ആ പരമമായിട്ടുള്ള സത്യവുമായിട്ട് മനസ്സിനെ യോജിപ്പിക്കുന്നത് ഏതൊന്നാണോ, അതേപോലെ തന്നെ യുനക്തി സ്വയം യോജിക്കുകയും ചെയ്യുന്നത് ഏതൊന്നാണോ, മനോനിരോധരൂപ അപ്പോൾ മനസ്സിൻ്റെ നിരോധരൂപത്തിലുള്ള സഹായം, അങ്ങനെയുള്ള ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ
മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ നിരോധിക്കേണ്ടത്? അതുപോലെ എന്തിനു വേണ്ടി നമ്മൾ നിരോധിക്കണം? ഇപ്പം മനോനിരോധ രൂപോയം യോഗ ഇത് ശംസിത എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. ഇപ്പം യോഗ ദർശനത്തിൽ യമം നിയമം തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതിനെ നിയന്ത്രിക്കണം. ഇപ്പം മനസ്സിനെ നിരോധിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. ഗീതയിൽ അർജുനൻ പറയുന്നുണ്ട്, കാറ്റിനെ വേണമെങ്കിൽ തടഞ്ഞു നിർത്താം, പക്ഷെ മനസ്സിനെ തടഞ്ഞു നിർത്താൻ വലിയ പാടാണെന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ കാര്യം? അതിൻ്റെ മനസ്സ് അങ്ങനെ പോകാനായിട്ട് പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പം ഗീതയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷോപജായതേ സംഗാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പോൾ ഇവിടെ ഈ മനസ്സ് എന്തുകൊണ്ടാണ് മനസ്സിനെ നമ്മൾ നിരോധിക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് വന്ന് ഭവിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ധ്യായതോ വിഷയാൻ പുംസ, അപ്പോൾ ഇവിടെ ഈ വിഷയങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന, കാരണം സുഖം ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വെളിയിലേക്ക് പോകുന്ന ആ പ്രക്രിയയുണ്ട്. അപ്പോൾ വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് സംഘമുണ്ടാകുന്നു, അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നു. സംഗാത് സംജായതേ കാമ, അങ്ങനെ അതിൽ നിന്ന് കാമം, ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ആഗ്രഹം എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ആപത്താണ്, അല്ലേ? അത് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഇത് ചെയ്യും. പിന്നെ എന്തുണ്ടാകുന്നു? സംഗാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ, അതിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് ക്രോധം. നമ്മൾ പറയാറുണ്ട്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഷഡ്വൈരികൾ. അത് തന്നെയാണ് ഇവിടെ ഗീത ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആഗ്രഹം പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ, നമുക്കത് സാധിക്കാതെ വരുമ്പോൾ എന്ത് പറ്റുന്നു? പിന്നെ ക്രോധമാണ് ഉണ്ടാകുന്നത്. ശക്തമായിട്ടുള്ള കോപം നമ്മളിലുണ്ടാവും. പിന്നെയോ ക്രോധാത് ഭവതി സമ്മോഹ, ആ ക്രോധത്തിൽ നിന്നോ സമ്മോഹം, കോപത്തിൽ നിന്ന് നമ്മൾ മോഹം, ഭയങ്കരമായിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടാവും, വേറെ വഴിക്ക് പോകും. സമ്മോഹാത് സ്മൃതി വിഭ്രമ, അങ്ങനെയുള്ള മോഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മോഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ അടിപ്പ്. ആശാൻ പാടുന്നുണ്ട്, തെറ്റായിട്ട് നമ്മൾ ധരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ മോഹാകുലരാണ്, ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും എന്താണ് പറയുന്നത്? സമ്മോഹാത് സ്മൃതി വിഭ്രമ, അങ്ങനെ മോഹം വന്ന് ഭവിച്ചു കഴിഞ്ഞാലോ സ്മൃതി വിഭ്രമം, നമ്മുടെ എല്ലാ ഓർമ്മകളും വിട്ടുപോകും. സ്മൃതി, ആ ഓർമ്മകൾ വെറും ഓർമ്മകളല്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിയാതെ വിട്ടുപോകും, വഴിതെറ്റിപ്പോകും. അങ്ങനെ വരുമ്പോഴോ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ആ സ്മൃതി വിഭ്രമം കൊണ്ട് നമുക്ക് ബുദ്ധി നശിച്ചു പോകും. ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. മദ്യം കുടിക്കുന്നവൻ്റെ അവസ്ഥ ഗുരു പറയുന്നുണ്ട്. ബുദ്ധേഹി വൈകല്യജനകം മദ്യം. ഇപ്പോൾ മയക്കുമരുന്നും മദ്യവും ഒക്കെ
നമ്മുടെ ബുദ്ധിക്ക് വൈകല്യമുണ്ടാക്കുന്നതാണ്. അങ്ങനെ വൈകല്യമുണ്ടായാലോ ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധിനാശം കൊണ്ട് അവൻ നശിച്ചു പോവുകയാണ്. അപ്പോൾ മനസ്സിനെ നിരോധിക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിനെ നിരോധിക്കുന്നതാണ് യോഗമെന്ന് ഗുരു പറയുമ്പോൾ, പതഞ്ജലി മഹർഷി പറയുമ്പോൾ, അതുപോലെ ഭക്തിയോഗത്തിലും ജ്ഞാനയോഗത്തിലും ഒക്കെ ഈ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സ് അത് വല്ലാത്ത പ്രശ്നക്കാരനാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് മഹർഷിമാർ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. മനസ്സ് ഇതുപോലെയുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും, നമ്മളെ ചാടിക്കും. നമുക്കറിയില്ല. പലപ്പോഴും ഈ വിഭ്രമം, ബുദ്ധിനാശം നമ്മളെ കൊണ്ടൊന്ന് നശിപ്പിച്ചു കളയും. പ്രണശ്യതി, ബുദ്ധിനാശാത് പ്രണശ്യ, ബുദ്ധി നശിച്ചാൽ അവൻ്റെ സർവനാശമാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വാശി പിടിച്ച് നമ്മൾ ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ. പക്ഷേ ഈ സമ്മോഹം കൊണ്ടാണ് നമ്മുടെ ബുദ്ധി നശിച്ചു പോകുന്നത്. അവിടെ കൃത്യമായിട്ട് നമ്മളെ നിയന്ത്രിക്കുവാൻ, നമ്മളെ നേർവഴിക്ക് നയിക്കുവാൻ ഒരാളെ നമുക്ക് കിട്ടണ്ടേ? ഒരു ഗുരു എന്ന് പറയുന്ന അവിടെയാണ്. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ആൾ. പക്ഷെ ആ ആളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം, ശ്രദ്ധയുണ്ടാകണം. വെറും വിശ്വാസമല്ല, ശ്രദ്ധയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ച ആളായിരിക്കും അദ്ദേഹം, അല്ലെങ്കിൽ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാതെ പോയാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ വഴിയിൽ അങ്ങനെ തെളിച്ചമുള്ള ഒരാളെ നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ ഈ ബുദ്ധിനാശം സംഭവിച്ച് നമ്മൾ നശിച്ചു പോകും. ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു നമ്മുടെ ചുറ്റുപാടും. ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അതിനകത്ത് പോകാൻ ശ്രമിക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ചതി ഉള്ള ഒരു ഫീൽഡുമാണ് സോ കോൾഡ് സ്പിരിച്വൽ വഴി. അത് എല്ലാ മതങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, ഒരെണ്ണത്തിൽ മാത്രമല്ല. ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്, ആധ്യാത്മികതയുടെ പേരും പറഞ്ഞ് എത്രയോ ചതിക്കുഴികളാണ് ഉള്ളത്. പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം അറിവിൻ്റെ അഭാവമാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, പഠിക്കാൻ നമുക്ക് സമയമില്ല. നമുക്കെല്ലാം ഫാസ്റ്റായിട്ട് വേണം, ഇൻസ്റ്റൻ്റായിട്ട് വേണം. നമുക്ക് നിമിഷം കൊണ്ട് നമ്മുടെ ദുഃഖം, നമ്മൾ എന്തിനു വേണ്ടിയാണ് ആധ്യാത്മികമായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നത്? നമ്മുടെ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം, അതിനുവേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുരു അല്ലെങ്കിലോ അയാൾ നമ്മളെ ദുരുപയോഗപ്പെടുത്തും, നമ്മളെ പറഞ്ഞ് വട്ടം കറക്കും, നമ്മളിൽ നിന്ന് പൈസ വാങ്ങിക്കും, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. അതെല്ലാം ആധ്യാത്മികതയുടെ പേരിലായിരിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം മാറുമോ? മാറില്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രം, അല്ലെങ്കിൽ അതിനു വേണ്ടി ഓടി ഇങ്ങനെ ഈ ഒരു പരിവേഷമുള്ളവരുടെ അടുത്തേക്ക് പോകുന്നത് തന്നെ അറിവില്ലായ്മയാണ്. നേരെ മറിച്ച് അറിവോടുകൂടി
നല്ല ജെന്യുവനായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക. അതും കുറച്ച് നല്ല പ്രാരബ്ധം നമുക്കുണ്ടാകണം. അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ഒരു വഴിയിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അയാളും വളരെയധികം സൂക്ഷ്മതയോടുകൂടി തന്നെ വേണം ഒരാൾ തിരഞ്ഞെടുക്കാൻ. നമ്മൾ പറയുന്നതനുസരിച്ച് സ്തുതി പാടുന്ന ആളാകാൻ പാടില്ല ഒരു ഗുരു. ഗുരു കൃത്യമായിട്ട് കാര്യങ്ങൾ സമയാസമയങ്ങളിൽ പറഞ്ഞ് അവിടെ ആ വ്യക്തിയുടെ മുഖം നോക്കിയിട്ടല്ല, വ്യക്തിയുടെ നന്മ, വ്യക്തിയെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടുന്ന മാർഗരേഖ, ആ വഴി കൃത്യമായിട്ട് തെളിച്ചു കൊടുക്കാൻ പ്രാപ്തന ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും പ്രലോഭനങ്ങളിൽ പെടില്ല. അപ്പോൾ ഈ ഇത്രയും കഠിനമായിട്ടുള്ള, ഇത്രയും സങ്കീർണമായിട്ടുള്ള മനസ്സിനെ കൂട്ടിയോജിപ്പിക്കുവാനായിട്ട് അവിടെ ആ ഗുരുവിന് ആണ് കൂടുതൽ സാധിക്കുന്നത്. കാരണം ഇന്ദ്രിയങ്ങളുടെയും മറ്റു പലതിൻ്റെയും പുറകെ പാഞ്ഞു പോകുന്ന മനസ്സ്, ആ മനസ്സിൻ്റെ പരിമിതികൾ, ആ മനസ്സ് തേടുന്ന താൽക്കാലികമായിട്ടുള്ള സുഖം, അതിനാണ് ഇവിടെ ഗീത അതൊക്കെ പറയുന്നത്. അപ്പോൾ ധ്യായതോ വിഷയാൻ പുംസ. അപ്പോൾ മനസ്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നമ്മുടെ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളെല്ലാം വന്ന് ബുദ്ധിനാശം വന്ന് നമ്മളെ നശിപ്പിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പം അങ്ങനെയുള്ള ഒരു നാശത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പം മനസ്സിനെ, ഈ രീതിയിലുള്ള മനസ്സിനെ നിരോധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എപ്പോഴും അവിടെയാണ് നമ്മുടെ അറിവ്, അതുമായിട്ട് നമുക്ക് അതിനെ കൂട്ടി യോജിപ്പിച്ച് നിർത്താൻ പറ്റണം. സ്വയം യോജിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തലത്തിലേക്ക് കടന്നു വരുന്ന ആൾ തൻ്റെ സാധന, തൻ്റെ അന്വേഷണം അത് ഏത് രീതിയിൽ ആയിരിക്കണം? വെറും ജപം മാത്രമല്ല, വെറും പ്രാണായാമം മാത്രമല്ല. അപ്പോൾ ഈ യോഗത്തിനകത്ത് പ്രാണായാമം എല്ലാം വരും. അതെന്തിനു വേണ്ടിയാണത് ചെയ്യുന്നത്? ഈ സത്തിനെ, ഈ ചൈതന്യത്തെ കൂട്ടിയോജിപ്പിക്കുക, വെളിയിലേക്ക് പോകുന്ന മനസ്സിന്. അപ്പോൾ പ്രാണായാമത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ളൊരു ശക്തി നമുക്കുണ്ടാകുകയാണ്. നന്നായിട്ട് ഉണർന്നിരിക്കുന്ന പ്രാണന് മാത്രമേ തെളിച്ചത്തോടു കൂടി ഈ മനസ്സിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ, ചിത്തത്തിൻ്റെ ഈ ആവശ്യമില്ലാത്ത ഓട്ടത്തിനെ, കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് തിരിച്ചെടുക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ നിരോധിക്കുമ്പോൾ അടിച്ചമർത്തുക എന്നുള്ളൊരർത്ഥമല്ല അവിടെ വരുന്നത്, മറിച്ച് അറിവോടുകൂടി അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പരമ്പൊരുളാണ് താനെന്നുള്ള ആ ബോധത്തിലേക്കാണ് നമ്മൾ ഇവിടെ മനസ്സിനെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് സ്വയമായിട്ടും വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ആർക്കാണോ ഉണ്ടാകുന്നത് അതാണ് ശരിക്കുള്ള യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലത്തിലാണ് ഗുരു യോഗത്തെ കണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇത്രയും ഉള്ളിലേക്ക് പോകാനായിട്ട്, ഇത്രയും ആന്തരികമായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് പോകാനായിട്ട് ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള
ജീവചരിത്രകാരന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പക്ഷെ അവർ ബാഹ്യമായിട്ട് കണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് എഴുതി വച്ചു. അതുകൊണ്ട് ഗുരു ഒരുപാട് അങ്ങനെയുള്ള സിദ്ധികളൊക്കെ യോഗ നിലയിൽ കിട്ടിയതാണ്. അപ്പോൾ ആ സിദ്ധികളൊക്കെയാണ് പ്രധാനം എന്നുള്ള രീതിയിലൊക്കെയാണ് അവരെഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്കറിയാവുന്ന രീതിയിൽ അത് നമ്മൾക്ക് പകർന്നു തന്നു. അത് വലിയൊരു കാര്യമാണ്. മഹാത്മാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഗുരുവിനെ കാണുമ്പോൾ ആ യോഗ നയനങ്ങൾ ടാഗോറൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അല്ലേ. ആ യോഗ നയനങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം അത്രമാത്രം അതിനകത്ത് ആഴത്തിൽ പോയി ആ സത്യത്തെ കണ്ടെത്തിയ മഹാത്മാവാണ് ഗുരു. അങ്ങനെയുള്ള ഗുരുവിൻ്റെ ഈ യോഗ ദർശനത്തെക്കുറിച്ചുള്ള ആ ഒരു ആഴത്തിലുള്ള അനുഭവം തീർച്ചയായിട്ടും നമ്മൾക്കും പരമാവധി ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് കുറച്ച് നല്ല ആത്മബലം, അതുപോലെ പ്രാണനൊക്കെ നന്നായിട്ട് ഉണർന്ന് ഒക്കെ ഇരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ബാക്കി നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.